ഗജാഗിഡിയൻ ചേനയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഗൈസ്. കണ്ടല്ലോ ഞങ്ങളുടെ ഗജാഗിഡിയൻ ചേന. അപ്പം ഇന്ന് ചേന വിളവ് പരിപാടി കേട്ടോ. പക്ഷെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ ആദ്യം ആലോചിച്ചു ഇത്രയും വലിയ ചേനയോന്ന്. അപ്പം അമ്മ ഇതാ വീടിൻ്റെ മുകളിൽ നിന്ന് പറയുന്നുണ്ട് കേട്ടോ, അവിടെ നോക്ക് അതാക്ക് ഇതാക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോയും കൂടെ ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചു. കാരണം എന്ത് ചെയ്യുകയാണെങ്കിലും അമ്മയുടെ ഭാഗം അമ്മ ചെയ്യണമല്ലോ. ഇത് അച്ഛൻ്റെ വിളവെടുപ്പാണ് കേട്ടോ, ഇത്രയും വലിയ ചേന. ഈ വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ അച്ഛൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം അധികം ചേന കിട്ടിയില്ല, പന്നി വെട്ടിക്കളഞ്ഞ് ഈ ചേന ഇതിൻ്റെ ഉള്ളിലായതുകൊണ്ട് പന്നി കാണാത്തത് കൊണ്ടാണ് ഈ ചേന കിട്ടിയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു ചേനേനെയും പറിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് അമ്മയും അമ്മൂമ്മയും ഒക്കെ ഓടി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും ഈ പന്നിശല്യം കാരണം അധികമൊന്നും പുറത്തോട്ട് അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അച്ഛനെ സഹായിക്കാൻ ഞാൻ ഈ തൂമ്പൊന്ന് പിടിച്ചു നോക്കി. കാണുന്ന പോലെയൊന്നുമല്ല, വലിയ കുഴപ്പമില്ല. അങ്ങനെ കിണറ്റിൻ്റെ സൈഡിൽ കൂടെ ചേനയും കൊണ്ടുവന്ന് അവിടെ അങ്ങ് ഇട്ട് ഞാൻ വേഗം ഏട്ടനെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിട്ടോ. എനിക്കിത് ശരിക്കും ഭയങ്കര വലുപ്പമുള്ളൊരു ചേനയാണ്. നിങ്ങൾ ഇനി ഇതിലും വലുപ്പമുള്ള ചേന കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ മുകളിൽ കാണുന്ന സാധനമാണ് ഇതിൻ്റെ ഇനി നടാൻ പറ്റുന്ന സാധനം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഇങ്ങനെ വെട്ടി കളയുന്നുണ്ട്. അങ്ങനെ സൈഡിൽ വന്നു അമ്മൂമ്മി അത്ഭുതപ്പെട്ട രീതിയിലൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ, എന്താ ഈ പരിപാടിയെന്ന്. അങ്ങനെ അടുത്ത തവണ നടാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിലുള്ള കൂമ്പൊക്കെ ഇങ്ങനെ വെട്ടി അച്ഛൻ കളഞ്ഞ് ആ വെട്ടിയതെല്ലാം കൂടെ ഞാൻ എടുത്ത് വേറൊരു പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മുടെ ചേനപ്പരിപാടി കഴിഞ്ഞു. ഇതിന് ബാക്കി കൃഷി ആധികാരികമായ ഡീറ്റെയിൽസ് ഒന്നും പറയാൻ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, വെറുതെ തള്ളി അങ്ങ് അലമ്പാക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് അടിക്കുകയാണെങ്കിൽ ഞാൻ ഡാഡിയുമായി സംസാരിച്ചിട്ട് ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. So that's it guys, stay tuned for the next video and tata, and don't forget to subscribe. വീഡിയോസ് കാണുന്നതിൽ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് നിങ്ങൾക്ക് ലൈക്ക് അടിക്കാനൊരു മടി? ഒന്നും നോക്കണ്ട, അങ്ങ് ലൈക്ക് അടിച്ചാൽ. ഇതെന്താ അമ്മ അവിടെ കളിക്കുന്നതെന്ന് എനിക്കറിയില്ല, എന്തോ ഒരു കൗണ്ടർ ഇളക്കിയിട്ട് ഷീ ഈസ് ഗോയിങ് ബാക്ക്. സോ ഗൈസ് ടാറ്റ.